MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയായ ഒരു വെണ്ടക്ക കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു 12 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത വെണ്ടക്കയാണിത്. ഇനി 12 ചെറിയുള്ളി വേണം. 2 പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. ഉള്ളിയും ഒന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളകും തക്കാളിയും കൂടി മുറിച്ചെടുക്കാം. പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുക്കണം. തേങ്ങ വറുക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വറുത്താൽ എല്ലാം ഒരുപോലെ മുരിഞ്ഞു കിട്ടും. ഞാൻ എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നന്നായി ആറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരയണം. ഒരു കറിച്ചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ കളറൊന്നും മാറേണ്ട. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർക്കാം. ഒരു 2 മിനിറ്റോളം ഇതും വഴറ്റാം. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി തക്കാളിയും കൂടി ചേർക്കാം. തക്കാളി വെന്ത് ഉടയുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി പിഴിഞ്ഞെടുത്തതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഈ അരപ്പൊന്ന് കഴുകി ഒഴിക്കാം. 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. കറി ഇപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ചാറൊക്കെ ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. രണ്ട് വറ്റൽമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വെണ്ടക്ക കറി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.